നമ്മളിപ്പോൾ നിൽക്കുന്നതേ പാറമേക്കാവ് ദേവീക്ഷേത്രത്തിലാണ് കേട്ടോ. ഇത് ഇടുക്കി ജില്ലയിലെ കരുണാപുരം പഞ്ചായത്തിലുള്ള പാറമേക്കാവ്. നമ്മളെ ഒരു 5 വർഷം ഇതിൻ്റെ അടുത്തായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അത് നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. അപ്പോൾ ഇത് എല്ലാ മാസവും സ്ഥിരമായിട്ട് 1-ാം തീയതി ഇവിടെ വരുമായിരുന്നു. പിന്നെ ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ട് പോയാൽ പിന്നെ കുറേ നാളായി നമ്മൾ വന്നിട്ടല്ലേ. അല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്കെല്ലാം അമ്മയുമായിട്ട് മിക്കവാറും വരുന്നതായിരുന്നു. അമ്മ ഒത്തിരി ദിവസമായിരുന്നു പറയാൻ തുടങ്ങിയിട്ട് ഒരു ദിവസം ഇവിടെ വരണമെന്ന്. പാറമേക്കാവ് നമ്മളങ്ങോട്ട് പൈസ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഇടാനായിട്ട്. എന്നിട്ട് കൊണ്ടുവന്നിട്ടോ അതിനെ ഞാൻ എന്നും വരണം എന്ന് പറഞ്ഞു. അതല്ല കുഴൽക്കിണർ കുത്തിയപ്പോ അതിപ്പാണോ കൊണ്ടിട്ടേ. പിന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞിട്ട് വന്നില്ല. കാര്യം എന്നാന്ന് പറയണ്ടായിരുന്നു. അല്ല, 2 ആൽമരം ചെറുത് നട്ട് വെച്ചിട്ടുണ്ടല്ലേ. ഇതൊരു പാറയുടെ മേളിലായി അമ്പലം ഇരിക്കുന്നത് കേട്ടോ. ഇഷ്ടം പോലെ വെള്ളമുണ്ട് ഇവിടെ. ഒരു കൊള്ളൊക്കെ അടിച്ചിട്ട് ഈ പ്രദേശം വെള്ളം കുറവായിരുന്നു. പക്ഷെ ഇതിനകത്ത് അടിച്ചപ്പം ആ പാറയിൽ അടിച്ച് 250 അടിക്ക് ഇഷ്ടം പോലെ വെള്ളമായി. ആ കിണറ്റിലും വെള്ളം ഉണ്ടല്ലോ നിറച്ച്. അമ്പലത്തിനകത്തൊരു കിണറുണ്ട് അതിനകത്ത്. 2 ദേവിമാരാ. നമുക്ക് പോയാലോ? അമ്പലത്തിന്റെ തൊട്ട് താഴെയായിട്ട് അമ്പലത്തിന്റെ പറമ്പാന്ന് തോന്നുന്നല്ലേ. നിറയെ കുറ്റി ബീൻസ് കായ്ച്ചു കിടക്കുന്നുണ്ടോ. നിറച്ച് ബീൻസ് ഉണ്ട്. നല്ല വിളവാ. പക്ഷെ മഴയായിട്ടാന്ന് തോന്നേ. ഇച്ചിരി ഒരു അഴുകൽ പോലെ. പാവലൊക്കെയാണോ? ഇതിപ്പോ ഇത് നമ്മളുണ്ടല്ലോ തേട്ട് ക്യാമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് പാറമേക്കാവ് അമ്പലത്തിന്റെ അവിടെ വന്നിട്ട് ഇവിടുന്ന് ഒരു ഈ കഴിഞ്ഞ ഇടയ്ക്ക് പണിതൊരു റോഡാ. പഴയ റോഡായിരുന്നു. ഇപ്പം പ്രധാനമന്ത്രിയുടെ ഏതോ ഒരു പദ്ധതിയിൽപ്പെടുത്തി റോഡ് വികസനം വന്നേക്കുന്ന ചെറിയ റോഡായിരുന്നു. ഇപ്പം ഇച്ചിരി വലുതാക്കി നല്ല രീതിയിൽ ചെയ്തിടുന്നുണ്ട്. പണി തീർന്നു വരുന്നേ ഉള്ളൂ. നല്ല അത്യാവശ്യം വീതിയായി. നേരത്തെ നമ്മള് വന്നുകൊണ്ടിരുന്നപ്പം ചെറിയ റോഡല്ലായിരുന്നു. ഇത് നല്ലപോലെ വീതിയാക്കുന്നുണ്ടല്ലോ. ഇടുക്കി ജില്ലയിലെ ചെറിയ ചെറിയ റോഡുകളല്ല ഏതാണ്ട് ഒത്തിരി റോഡുകൾ ഇപ്പം ഈ പദ്ധതിയിലൊക്കെ പെടുത്തി ചെയ്യുന്നുണ്ട് കേട്ടോ. കൊള്ളാം, നല്ല ഇതായിട്ടുണ്ട്. മഴ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ബാക്കി പണിയൊക്കെ തീരാതെ കിടക്കുന്നത്. ഈ ഉൾനാടൻ ഗ്രാമങ്ങളൊക്കെ നല്ല രസമാണ്. നമ്മള് തേട്ട് ക്യാമ്പിൽ നിന്ന് കയറ്റം കയറി വരുമ്പം ഉള്ള സ്ഥലം കേട്ടോ. ഇവിടെയാണ് മൊട്ടപ്പാറ എന്ന് പറയും. മൊട്ടപ്പാറ എന്ന ഈ സ്ഥലത്തിന്റെ പേര്. മൊട്ടപ്പാറ. ഇവിടെ നോക്കുമ്പോൾ അതുണ്ടോ അങ്ങേറ്റത് ഉണ്ടോ കാറ്റാടിയൊക്കെ ഇറങ്ങുന്നുണ്ടോ. രാമക്കൽമേടിന്റെ കാറ്റാടിപ്പാടമൊക്കെ അത്. ഇവിടെ ഭയങ്കര കയറ്റമായിരുന്നു. ഇവിടെയൊക്കെ വഴി ഒത്തിരി പാറയൊക്കെ പൊട്ടിച്ച് കയറ്റമൊക്കെ താത്ത് ഇവിടെയൊക്കെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നല്ലപോലെ. ചൂടൊക്കെ നല്ല സെറ്റായി വഴി. തേട്ട് ക്യാമ്പിലോട്ട് ചെന്ന് ചാടുന്ന റോഡാണോ? അതെ, പ്രകാശ് ഗ്രാമിൽ നിന്ന് തേട്ട് ക്യാമ്പിലേക്ക് പോകുന്ന വഴി. അല്ല, അവിടെ വരുമ്പോ പാലമൊക്കെ ഇപ്പൊ വീതി കൂട്ടുമായിരിക്കും അല്ലേ? ഏത് തേട്ട് ക്യാമ്പിലെയോ? പാലത്തിന്റെ കാര്യമൊന്നും പറഞ്ഞില്ല. എന്നാലും ഇപ്പൊ നിലവിൽ റോഡ് അവിടെ മുതൽ ഇങ്ങോട്ടുള്ളത് വീതി കൂട്ടി റെഡിയാക്കി വരുന്നുണ്ട്. എനിക്ക് ആ പാലം ഭയങ്കര പേടിയാ. കുഞ്ഞു പാലം, കൈവരി ഇല്ലാത്ത പാലമാണ്. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല റെഡിയായി വഴി. നമ്മള് തൂക്കുപാലത്ത് നിന്ന് വരുമ്പോ ഉണ്ടല്ലോ കാണുന്ന കാറ്റാടിപ്പാടം, ആ മേളിൽ കാണുന്ന കാറ്റാടി 3, 4, 3, 7 എണ്ണം ഇവിടെ നിന്നാ കാണാം. ഒരെണ്ണം മാത്രം കറങ്ങുന്നില്ല, ബാക്കി എല്ലാം കറങ്ങുന്നുണ്ട്. അവനെന്തോ കംപ്ലൈന്റ് ആണെന്ന് തോന്നുന്നു. ബൈക്കൊക്കെ പോകുന്ന കാണാം കേട്ടോ അല്ലേ. ആ റോഡെയാ നമ്മൾ ഇന്നാള് കയറിപ്പോയി. ഇത് നമ്മള് തേട്ട് ക്യാമ്പിൽ നിന്ന് വന്ന് പ്രകാശ് ഗ്രാം ജംഗ്ഷനിലേക്ക് പോകുന്ന വഴി. ഇതാ ലെഫ്റ്റിലേക്ക് പോകുന്ന അത് കണ്ടോ, അതാ പ്രകാശ് ഗ്രാം ജംഗ്ഷൻ. അവിടെ ആ ഓട്ടോ കിടക്കുന്നത് ഇതുണ്ട്. ഇത് പഴയ ഒരു കള്ള് ഷാപ്പാണ്. ഇവിടുത്തെ ഒത്തിരി വർഷങ്ങൾക്ക് മുന്നേ ഉള്ള കള്ള് ഷാപ്പാണ്. ഇപ്പം നിലവിൽ ഇതൊന്നുമില്ല. പഴയ ബിൽഡിങ്ങുകളൊക്കെ അല്ലേ ഇവിടെ ഇരിക്കുന്നത്. ഇപ്പൊ ഇവിടെ നമുക്ക് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ നേരെ കൂട്ടാറിലോട്ട് ചെല്ലും. നമുക്ക് ഇതുവഴി കൂട്ടാറിന് പോവാം. ഈ പോകുന്ന വഴിയെല്ലാം ഉണ്ടല്ലോ 2 സൈഡും ഇഷ്ടംപോലെ ഏലത്തോട്ടങ്ങളാണ് കൂടുതലുള്ളത്. 4.5 കിലോമീറ്ററോളം ഉണ്ട് ഈ റോഡ്. ഇപ്പം പുതിയതായിട്ട് പണിത് വന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ ഇവിടെയൊക്കെ വെറുതെ കാണാൻ സ്ഥലങ്ങളായിരുന്നു. ഇതെല്ലാം ഇപ്പം ആരോ തമിഴ്നാട്ടുകാരൊക്കെ വാങ്ങിച്ചിട്ട് മൊത്തം ഏലമൊക്കെ കൃഷി ചെയ്തോണ്ടിരിക്കുന്നു. ഇതൊരു 5 ഏക്കർ വാങ്ങിച്ചു ഈ കഴിഞ്ഞ. നല്ല തോട്ടമാണ്. ഇങ്ങനെ പണിയാതിട്ടേക്കല്ലായിരുന്നോ ആളില്ലാതെയൊക്കെ? ആൾക്കാരില്ലാത്ത സ്ഥലങ്ങൾ ഒത്തിരി വാങ്ങിച്ച് തമിഴ്ക്കാര് തോട്ടമാക്കുന്നുണ്ട്. പണിയാൻ ആളില്ലാത്ത സ്ഥലങ്ങളുണ്ടല്ലോ.
പനകൊല കിടക്കുന്ന കണ്ടിട്ടുണ്ടോ നീ? ഇത് കണ്ട ഒരു 5 ഏക്കറായിരുന്നു. 5 ഏക്കർ ഇപ്പം വാങ്ങിച്ച് എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അതിന് വെള്ളത്തിനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടേ താഴെ എവിടെയോ കുഴലടിച്ചിട്ട് ഇത് കണ്ടോ ഈ ഏറ്റവും മേളിൽ ഒരു ടാങ്ക് പണിത് വെച്ചേക്കുന്നുണ്ടോ. ഇവിടുന്ന് ആകുമ്പം ജലസേചനത്തിനൊക്കെ എളുപ്പമുണ്ടാവും. 1.5 ടാങ്ക് ആണല്ലോ. കണ്ടോ ഈയിടെ പണിത ടാങ്കാ. ഈ ടാങ്കിനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഇറക്കി കൊടുത്തേ. ഈ റോഡ് നന്നായി കഴിയുമ്പോഴത്തേക്കിന് ഇത് കണ്ടോ നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടാ കേട്ടോ. അത് അവിടെ ഉണ്ടെന്ന് തോന്നുന്നു. നോക്കിട്ട് അതെ അവിടെ നിന്ന് ആട്ടുന്നുണ്ട്. പിള്ളേരൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് സുഹൃത്തിന്റെ മാത്രം പറഞ്ഞാൽ പോരാ, ഫേമസ് ആയ ഒരു തിരുമ. അത്യാവശ്യം ആൾക്കാരെ എല്ലാം തിരുമ്മി ഒക്കെ റെഡിയാക്കുന്ന ആളാ. നമുക്കൊന്ന് കണ്ടിട്ട് വരാവേ. ഇത് നമ്മുടെ സുഹൃത്ത് നിതിൻ ചേട്ടൻ. അദ്ദേഹത്തിന് ഇവിടെ ഒരു ആയുർവേദ തിരുമ്പും പരിപാടിയൊക്കെയാണ്. നമ്മളിവിടെ ആയിരുന്നു ഒരു 5 വർഷം ഇതിന് തൊട്ടടുത്ത വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അമ്മയും എല്ലാവരുമായിട്ടും ഇടയ്ക്കിടയ്ക്കൊക്കെ വന്നുകൊണ്ടിരുന്നത്. ഇപ്പോൾ കുറേ നാളായി വന്നിട്ട്. അപ്പം എങ്ങനെയുണ്ട് ചേട്ടാ പരിപാടിയൊക്കെ? കുഴപ്പമില്ല, നല്ല അടിപൊളിയായിട്ട് പോകുന്നു. ഏലത്തിന്റെ പരിപാടിയൊക്കെ എങ്ങനെ പോകുന്നു? കുഴപ്പമില്ല, മഴയൊക്കെ ആയിട്ട് ഇങ്ങനെ പോകുന്നു. എന്നാലും വലിയ പ്രശ്നമില്ലാത്ത രീതിയിലുണ്ട്. ഇപ്പൊ ഈ കുറെ ദിവസങ്ങളായിട്ട് ഇങ്ങനെ അടുത്തടുത്തില്ലാത്തതുകൊണ്ട് ആൾക്കാരുടെ ഒരു വരവ് ഉണ്ടല്ലേ? ഓരോരോ പ്രശ്നങ്ങളല്ലേ? അതെ, പറമ്പിലെ പണി, ഹോസ്പിറ്റല്. അപ്പം വലിയ സുഖമായിട്ട് പോകും. അപ്പൊ എല്ലാം പറഞ്ഞ പോലെ ഇടയ്ക്ക് എപ്പോഴേലും ഒക്കെ ഇനി ഇറങ്ങാം. ശരി. ഇതിന്റെ പൂ കാണാൻ നിറച്ച് പൂത്ത് നിക്കുന്നേ വെച്ചാലോ? തൊടാൻ പറ്റത്തില്ല, നിറച്ച് തേനീച്ച കേട്ടോ. തേനീച്ച ഒന്നും ചെയ്യത്തൊന്നും, തൊടുമ്പോഴേ പറക്കുന്നു. റോസൈഡ്. ഇത് നിതിൻ ചേട്ടന്റെ വീടിന്റെ മുറ്റത്തുള്ള ചെടികളാട്ടോ. ഇഷ്ടം പോലെ ചെടിയുണ്ട്, നിറച്ച് എല്ലാ കളർ റോസയുണ്ട്. മഴയായിട്ടാന്ന് തോന്നുന്നു പൂ കുറവേ. അവിടെ എല്ലാം നിറച്ച് റോസപ്പൂണ്ട്. പോപ്പി റോസയുടെ കാ കണ്ടിട്ടുണ്ടോ? ഇത് റോസയുടെ കായ കേട്ടോ. പൂ പിഴിഞ്ഞിട്ട് മുട്ട് വരുന്ന പോലെ ഇരിക്കും. ഇത് എല്ലാം ഈ പൂ പോയി കഴിയുമ്പോ നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വിടണേ. അപ്പൊ പൊട്ടിക്കിളിർത്തിട്ട് നല്ലതായിട്ട് പൂവാകും. പിന്നെ ഇതുണ്ടോ കായ നല്ലപോലെ പഴുത്ത് നിൽക്കുന്നത്. ഇത് എല്ലാം ഒത്തിരി കളർ റോസ ഉണ്ട് കേട്ടോ ഇവിടെ. ഇതുണ്ടോ നമ്മള് ഒരു 5 വർഷം താമസിച്ച വീടായത്. അതെ, 5 വർഷം 4 വർഷം ഇതിനകത്തും 1 വർഷം മേളിലുമായിരുന്നു കേട്ടോ. എല്ലാം ഇപ്പൊ ആള് താമസമൊന്നും ഇല്ല, ചുമ്മാ നടക്കുക. നമ്മള് താമസിച്ചപ്പോ എങ്ങനെ കിടന്ന വീടല്ലേ? ഏലമൊക്കെ പുറയിലോട്ടുണ്ട്. എല്ലാം കുറെ ഉണ്ട്, ഇറങ്ങി പോകണം, സമയം പോകും, നമുക്ക് പോകണ്ടേ. കണ്ടോ മേളിലേക്ക് കണ്ടോ നമ്മൾ കപ്പ ഇട്ടിരുന്ന സ്ഥലമൊക്കെ ഇപ്പൊ കണ്ടോ ഏലം വെച്ചു. റോഡെല്ലാം റെഡി ആയപ്പോഴത്തേക്കിനുമേ അത്യാവശ്യം വണ്ടികൾ കാറുകളും എല്ലാം കയറി വരാൻ തുടങ്ങി. നമ്മൾ താമസിച്ചോണ്ടിരുന്നപ്പം റോഡില്ലായിരുന്നോണ്ടേ, റോഡുണ്ടായിരുന്നു പക്ഷെ മൊത്തം പോയി കിടക്കുന്നതുകൊണ്ട് കാറൊന്നും വരുവരായിരുന്നല്ലോ. എല്ലാം റോഡ് വികസനം വന്ന് കണ്ടോ അത്ര കല്ലൊക്കെ പൊട്ടിച്ച് മാറ്റി നല്ല റെഡിയാക്കി റോഡുകൾ. ആ മേടി കണ്ടോ, ആ മേട് കണ്ടോ, മേട് ആ മേടിന്റെ അപ്പുറത്തെ സൈഡാണ് ഇപ്പൊ നമ്മൾ താമസിക്കുന്നത്. ആ പശു ഒക്കെ ഇപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ട് കേട്ടോ. ഇതൊന്നും വീട്ടിൽ പോകുന്നില്ലേ? പശുവിനെല്ലാം അഴിച്ചു വിട്ട് വളർത്തുന്നത്. നമ്മളെ ഇവിടെ താമസിച്ചോണ്ടിരുന്നപ്പോ നമുക്ക് ആകെ കാണാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ചുറ്റുമുള്ള ഈ മലയും മറ്റേ പുൽമേടും മാത്രമായിരുന്നു. കുറെ പശുക്കളും ഇപ്പോഴും അവരവിടെ തന്നെ നിൽപ്പുണ്ട്. പശുക്കളെ ഒന്നും അഴിച്ചോണ്ട് പോയില്ല. അതെങ്ങനെയാ പറയാ, അത് രാവിലെ കൊണ്ടുവന്ന് കെട്ടും, വൈകുന്നേരം കൊണ്ടുപോകുന്നത്. പിന്നെ രാവിലെ കെട്ടി, നമ്മളിപ്പോ രാവിലെ അല്ലേ വന്നത്, ഇനി വൈകുന്നേരം എന്ത് രീതിയായല്ലേ. നല്ല സെറ്റായി വഴിയല്ലേ. കൂടെ കഴിഞ്ഞാൽ ഓക്കെ ആയി. അത് ഈ കല്ലൊക്കെ നേരെ പൊട്ടിച്ചോടോ അല്ലേ? ഇത്രയും വീതി കൂട്ടണമെങ്കിലേ നല്ല കെട്ടൊക്കെ കെട്ടി നല്ല സെറ്റാക്കി. ഗവൺമെന്റിന്റെ ആണോടാ? പ്രധാനമന്ത്രിയുടെ എന്തോ ഒരു പദ്ധതിയിൽപ്പെടുത്തി ഗ്രാമീണ റോഡ് വികസനത്തിന്റെ ഇതിൽ വന്നേക്കുന്ന ഇതുണ്ടോ. ഇവിടെ മാത്രം മൊത്തം ഇച്ചിരി ചള്ളയായിട്ട് കിടക്കും കേട്ടോ. പണ്ടത്തെ റോഡ് ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടിട്ട്. അതെ 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 അതെ. ഇവിടുന്ന് ശരിക്കും പറയുകയാണെങ്കിൽ നമുക്കൊരു 1/2 കിലോമീറ്റർ ഇറങ്ങിയാൽ നല്ലൊരു ഇറക്കം ഒരു പാറയൊക്കെ ഉണ്ട്. അവിടെ കൂടെ ഇറങ്ങി തീർന്നു കഴിഞ്ഞാൽ കൂട്ടാറ് ഷാപ്പിൻ്റെ അങ്ങോട്ടിയല്ലേ നമ്മള്. നമുക്ക് ഏതായാലും നമുക്ക് അതിലൊന്ന് പോയി നോക്കാം അല്ലേ. ഇവിടെയൊക്കെ വണ്ടിയൊക്കെല്ലാം തുടങ്ങിയിട്ട് ഈ റോഡ് ബ്ലോക്ക് ചെയ്തിട്ടൊക്കെയായിരുന്നു കഴിഞ്ഞ ഇടയ്ക്ക് കേട്ടോ. ഇപ്പൊ കുഴപ്പമില്ല. അത്യാവശ്യം ഇവിടെയൊക്കെ നല്ല കയറ്റമായിരുന്നു. അവിടെ കുറച്ചുകൂടെ ഒക്കെ വഴിയൊക്കെ പാറയൊക്കെ പൊടിച്ച് മാറ്റി കയറ്റമൊക്കെ കുറച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ
കുറേ നാളത്തെ ഓർമ്മകളൊക്കെ ഉള്ള വഴിയൊക്കെ പോയിട്ട് തിരിച്ച് വീണ്ടും നമ്മൾ കൂട്ടാറ് ഇതിലേ വരും ഇതേ കൂട്ടാർ ഷാപ്പ്. ഇതിലേ വരുമ്പോഴാ ഭൂമി ഉരുണ്ടതാണെന്ന് മനസ്സിലാകുന്നേ. ഇതിലേ ചെന്നാലും വഴികളും ഉണ്ട്. കിടക്കുന്നുണ്ട് അതിന്റെ നോട്ടി വെട്ടിക്കൊണ്ട് രാവിലെ ക്ഷേത്ര ദർശനത്തിനൊക്കെ പോയതുകൊണ്ട് രാവിലെ കാപ്പി ഒന്നും ഉണ്ടാക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് വന്ന വഴിക്ക് പൊറോട്ട വാങ്ങിച്ചോണ്ട് പോകുന്നു. അപ്പോൾ രാവിലത്തെ കാപ്പി ഇന്ന് പൊറോട്ടയും സാമ്പാറും കേട്ടോ. നല്ല വിശപ്പുണ്ട്. എനിക്ക് അമ്പലത്തിൽ പോയാലും ആറ്റിൽ പോയാലും ഒന്ന് വിശക്കും. ശരി. നല്ല മുഴുത്ത പൊറോട്ട അല്ലേ? അപ്പം പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.